ഒരുപോലെയാണ് ദുരിതം പേറുന്നത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. പാല സമാന്തര പാതയിൽ ലാലം പുത്തൻപള്ളിക്കും RV ജംഗ്ഷനും ഇടയിലുള്ള ഇറക്കത്തിൽ അപകടങ്ങൾ നിത്യസംഭവമാകുന്നു. അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പാല KM മാണി ബൈപ്പാസിൽ ലാലം പുത്തൻപള്ളിക്കും RV ജംഗ്ഷനും ഇടയിലുള്ള ഇറക്കത്തിലാണ് അപകടങ്ങൾ പതിവാകുന്നത്. സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാർ നിത്യേന സഞ്ചരിക്കുന്ന വഴിയാണിത്. നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പ്രാർത്ഥനയ്ക്കായും സ്കൂളിൽ പോകുന്ന കുട്ടികളും വരുന്ന റോഡായതിനാൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിക്കാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകണമെന്ന് KTUPC സംസ്ഥാന പ്രസിഡന്റ് മനോജ് കുമാർ ആവശ്യപ്പെട്ടു. ഇവിടെ ഈ റോഡിൽ ഇന്ന് രാവിലെ സർക്കാർ കേറ്ററിംഗ് സ്ഥാപനത്തിൻ്റെ വണ്ടി മറിഞ്ഞു. ഇവിടെ ഇത് സ്ഥിരമായ ഒരു അപകടങ്ങൾ തുടർക്കഥയാകുകയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ ബൈക്ക് ആക്സിഡൻ്റായി, അതിനു മുമ്പ് ജീപ്പ് മറിഞ്ഞു. ഞങ്ങളിവിടെ ഈ ഇരിക്കുന്ന വ്യാപാരികൾ ഇത് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകൾ, 2 സ്കൂളുണ്ട്, 2 പള്ളിയുണ്ട്. ഇതെല്ലാം ഈ റോഡിൻ്റെ ഇരു സൈഡിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതിലെ അമിതമായ വേഗതയിലാണ് ഈ ഇറക്കമിറങ്ങിയ വാഹനങ്ങൾ വരുന്നത്. ആ വേഗത നിയന്ത്രിക്കുന്നതിനും ഉള്ള ഒരു സംവിധാനം ഉടനടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. 2 സ്കൂളുകളും 2 പള്ളികളും ഈ റോഡിന് ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയിലേക്കും പാല താലൂക്ക് ആശുപത്രിയിലേക്കും ആളുകൾ പോകുന്ന ഈ റൂട്ടിൽ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാനും KTUPC തീരുമാനിച്ചുവെന്ന് നേതൃത്വം അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കോട്ടയം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം റാണിക്കല്ലിന് സമീപവും കൂമ്പൻപാറയ്ക്ക് സമീപവും സ്ഥാപിച്ചിട്ടുള്ള ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യത്തിന് ഇനിയും നടപടിയില്ല. ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹരിത ചെക്ക് പോസ്റ്റുകൾക്കായി സൗകര്യം ക്രമീകരിച്ചത്.